ഹലോ മച്ചന്മാരെ, എല്ലാവർക്കും ഏറ്റവും പുതിയൊരു സീരീസ് റിവ്യൂലേക്ക്. അപ്പോൾ നമ്മൾ റിവ്യൂ ചെയ്യാൻ വേണ്ടി പോകുന്നത് MT വാസുദേവൻ നായരുടെ ജന്മദിനത്തോടനുബന്ധിച്ച് C5 ഒരു ആത്തോളജിക്കൽ സീരീസ് റിലീസ് ചെയ്തിരുന്നു. മനോരഥങ്ങൾ എന്നായിരുന്നു അതിൻ്റെ പേര്. അപ്പോൾ അതിലെ രണ്ടാമത്തെ എപ്പിസോഡ് കൂടി നമ്മൾ റിവ്യൂ ചെയ്യാൻ വേണ്ടി പോകുന്നത് കങ്കണാവ ഒരു യാത്രാക്കുറിപ്പ് എന്നാണ് അതിൻ്റെ പേരായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. അതാണ് ടൈറ്റിൽ നെയിം. അപ്പോൾ ആ സീരീസിനെ കുറിച്ച് വരുമ്പോൾ ഏകദേശം ഡ്യൂറേഷൻ വെറും 30 മിനിറ്റ് മാത്രമാണ് അതിൻ്റെ ഡ്യൂറേഷൻ ഉള്ളൂ. അത് ഗംഭീരമായിട്ടൊരു മേക്കിംഗ് രീതി കൊണ്ട് തന്നെയാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. അതിന് മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രിപ്റ്റ് നമുക്കറിയാം MTയുടെ ഉള്ള സ്ക്രിപ്റ്റ് തന്നെയാണ്. കങ്കണാവ എന്ന് പറയുന്ന സ്ഥലത്തെക്കുറിച്ചുള്ള സ്ക്രിപ്റ്റാണ് അവർ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. അത് മാത്രമല്ല ഡയറക്ഷൻ ചെയ്തത് രഞ്ജിത്താണ്. കാശിത്ത് നോക്കിക്കഴിഞ്ഞാൽ മെഗാസ്റ്റാർ മമ്മൂട്ടി, വിനീത്, അനുമോൾ തുടങ്ങിയവർ പ്രധാനമായും കാസ്റ്റിംഗ് ചെയ്യാൻ വന്നിട്ടുള്ളത്. ഇതിൻ്റെ സ്റ്റോറി തന്നെ ഒരു ഫ്ലൈറ്റിൽ നിന്നാണ് സ്റ്റോറി ആരംഭിക്കുന്നത്. മമ്മൂട്ടി ഇതിലൊരു എഴുത്തുകാരനായിട്ടോ വന്നുള്ളൂ, ജേർണലിസ്റ്റ്, ഒരു പത്രപ്രവർത്തകൻ. അപ്പോൾ അദ്ദേഹത്തിന് ശ്രീലങ്കയിലേക്ക് ഒരു യാത്ര പോകണം. അവിടുത്തെ പ്രശ്നങ്ങൾ നടന്നുവരിക്കുന്ന സമയമായിരിക്കും. അവിടെ സ്ഥലമാണ് കങ്കണാവ എന്ന് പറഞ്ഞുള്ള സ്ഥലം. അപ്പോൾ കങ്കണാവയെ കുറിച്ചിട്ട് പിന്നീട് നമ്മൾ ഡീറ്റെയിൽ ആയി തന്നെയാണ് അറിയുന്നത്. കാരണം ആ സ്ഥലത്തിൻ്റെ ടൈറ്റിലാണ് യൂസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടായിരിക്കാം ആ ടൈറ്റിൽ കൊടുത്ത് ചിന്തിച്ചിരിക്കുമ്പോൾ വീണ്ടും മമ്മൂക്കയുടെ പഴയകാല ഫ്ലാഷ് ബാക്കിലേക്ക് കയറി വരുന്നുണ്ട്. അവിടെയാണ് നമ്മുടെ അനുമോൾ, അതുപോലെ തന്നെ വിനീത് തുടങ്ങിയവരൊക്കെ മികച്ച പ്രകടനങ്ങൾ കാണാൻ സാധിക്കുന്നത്. എല്ലാവർക്കും കുറച്ച് സ്പേസ് കൊടുത്തില്ലെങ്കിലും നമ്മുടെ വിനീതിൻ്റെ പഴയകാല ഒരു പണ്ടത്തെ ഒരു നാടൻ വേഷമൊക്കെ ചെയ്തിട്ടുള്ള വലിപ്പിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അതൊക്കെ നല്ല രീതിയിൽ തന്നെ വിനീത് ചെയ്തിട്ടുണ്ട്. അനുമോൾക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാനെങ്കിൽ പോലും അവർക്ക് കൊടുത്തുള്ള റോളൊക്കെ ഗംഭീരമായി തന്നെ ചെയ്തു. അതുപോലെ ആ കുട്ടികൾ എല്ലാവരും അവർക്ക് കൊടുത്തുള്ള റോളൊക്കെ സ്ഥിരം പാറ്റിൽ തന്നെയാണ് ഗംഭീരമായി ചെയ്തിട്ടുള്ളത്. എടുത്തു പറഞ്ഞാൽ നമ്മുടെ മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ്റെ ഒരു പ്രകടനം തന്നെയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു സൗണ്ട് മോഡേഷനിലൂടെ തന്നെയാണ് കഥ ആരംഭിക്കാൻ കഥ പറഞ്ഞു പോകുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഫ്ലാഷ് ബാക്കിൽ അദ്ദേഹത്തിൻ്റെ അച്ഛനായിട്ടാണ് വിനീത് വന്നിട്ടുള്ളത്. ആ വിനീതിൻ്റെ മകളായിട്ട് ഒരു പെൺകുട്ടി വരുന്നുണ്ട്. അവർ താമസിക്കുന്നത് കങ്കണാവലാണ്. അത് സ്വന്തം സഹോദരിയാണോ അല്ലയോ എന്നൊക്കെ അവസാന ഭാഗത്ത് തന്നെ തിരിച്ചറിയുന്നത്. അപ്പോൾ അവർ അന്വേഷിച്ചുള്ളൊരു യാത്രയാണ്. അവസാനം അന്വേഷിക്കുന്ന യാത്രയിൽ ഒരു വെറും ഫോട്ടോ മാത്രമാണ് നമുക്ക് ഉത്തരമായി കിട്ടുന്നത്. പക്ഷെ അദ്ദേഹത്തിൻ്റെ മുഖത്ത് വരുന്ന കണ്ണീരും അല്ലെങ്കിൽ ആ ഡയലോഗുകൾ കൂടി തന്നെയാണ് ഇത് അവസാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗംഭീരമായി തന്നെയാണ് അതിൻ്റെ ഒരു പൊട്ടൻഷ്യൽ നമ്മൾ മുമ്പിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. അത് നല്ല രീതിയിൽ തന്നെ വിജയിച്ചു തന്നെ വേണമെങ്കിൽ പറയാൻ സാധിക്കും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ്റെ ഒരു സൗണ്ട് മോഡുലേഷനിലൂടെയാണ് കഥ പറഞ്ഞു പോകുമ്പോൾ തന്നെ ആ ഒരു ഫീലിംഗ് നമുക്ക് കിട്ടുന്നുണ്ട്. പശ്ചാത്തലമായി വരുന്ന സ്ഥലങ്ങളും അതുപോലെ ബാക്ക്ഗ്രൗണ്ടും പണ്ടത്തെ കാവും പഴയ വീടും അതുപോലെ ശ്രീലങ്കയിലുള്ള വരുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ പോകുമ്പോൾ തന്നെ ഒരു ആപ്റ്റ് ആവുന്ന രീതിയിൽ തന്നെയാണ് അവർ ചെയ്തു വെച്ചിട്ടുള്ളത്. ഇമോഷണലായിട്ട് കണ്ടിട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എന്താണ് പറയാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ നല്ല രീതിയിൽ തന്നെ ചെയ്തു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഡ്യൂറേഷൻ വളരെയധികം 30 മിനിറ്റ് ഡ്യൂറേഷൻ ഉള്ളൂ. അത് ഗംഭീരമായി തന്നെ ചെയ്തിട്ടുണ്ട്. പറയാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണോ, ഒരു ഷോർട്ട് ഫിലിമാണോ അല്ലെങ്കിൽ സീരീസ് ആണോ, അതിന് വേണ്ട അനുയോജ്യമായ ടൈം തന്നെ എടുത്തിട്ടുള്ളൂ. അത് ഏറ്റവും വലിയ പോസിറ്റീവായി എനിക്ക് തോന്നി. പിന്നെ ഇത് മറ്റൊരു നെഗറ്റീവിലൂടെ എടുക്കുമ്പോൾ ഇത് പ്രേക്ഷകരിൽ കണ്ടിന്യൂ ചെയ്യാൻ ശ്രമിക്കുമ്പോഴുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതായത് വളരെ സ്ലോയിലാണ് പോകുന്നത്. അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചില ഭാഗത്ത് മാത്രമേ ഉള്ളൂ. അതൊരു നെഗറ്റീവായി തോന്നിയെങ്കിൽ പോലും ഒരു തവണ കാണാവുന്ന ഒരു സീരീസ് എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ മലയാള സിനിമയിൽ നടൻ അഭിനയിച്ചു എന്ന നിലയ്ക്ക് ഗംഭീരമായി തന്നെയാണ് കങ്കണാവ സമീപിക്കാൻ കഴിയുള്ളൂ. അത് തീർച്ചയായിട്ടും C5 ലഭ്യമാണ്. രണ്ടാമത്തെ എപ്പിസോഡ് കങ്കണാവ ഒരു യാത്രാക്കുറിപ്പ് എന്നുള്ള ഒരു സീരീസ്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുള്ള വ്യക്തി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീണ്ടും മറ്റൊരു സീരീസിനെ വെച്ച് വരുന്നുണ്ടെങ്കിൽ കാതിരി. ബൈ ബൈ ഫ്രണ്ട്സ്.